ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു RS കൊളീസ് കിച്ചൺ. അങ്ങനെ ഞങ്ങൾ ഇന്ന് കുൻഫുദയിൽ തിരിച്ച് മിക്വ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഈ മിക്വ എന്ന് പറയുന്ന സ്ഥലം അൽബഹയുടെയും മറ്റേ കുൻഫുദയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു അടിപൊളി ഒരു കോട്ടയുണ്ട്. അത് കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. അൽബയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കോട്ട. അത് കാരണം പ്രത്യേകിച്ച് വേറെ റൂട്ടിലൊന്നും വരേണ്ടതായിട്ടില്ല. എന്താ വെച്ചാൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കോട്ടയാണ്. നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ഇതിൻ്റെ പരിസരവും മറ്റുള്ള എല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പരിസരങ്ങളെല്ലാം കാണാൻ. അടിപൊളിയായിട്ട് നല്ല കൃഷിസ്ഥലവും പിന്നെ വാഴത്തോട്ടങ്ങളും അങ്ങനെ നല്ല ഭംഗി, നമുക്കൊരു അനുഭൂതി തരും, മനസ്സിനൊക്കെ ഒരു കുളിർ തരും എന്ന് പറയില്ലേ, അതേപോലെയാണ് ഇവിടെ നിന്ന് കാണാൻ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ ഇതിൻ്റെ പരിസരങ്ങളും എല്ലാം. എന്താ വെച്ചാൽ നല്ലൊരു അരുവിയുണ്ട്. അരുവി മീൻസ് മലയുടെ മുകളിൽ നിന്ന് വരുന്ന ഒരു വെള്ളച്ചാട്ടം പോലെ ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു അരുവി. നല്ല ഭംഗിയാണ്, നല്ല തണുത്ത വെള്ളമാണ് അവിടെ. നല്ലൊരു പഴയ ഒരു ആലാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോലെ ആലില്ലേ, ആലിൻ്റെ ഒരു ആലാന്ന് തന്നെ പറയാം. പിന്നെ വളരെ സൂക്ഷിച്ചു വേണം. കുട്ടികൾക്കൊക്കെ മേലേക്ക് കുറച്ച് കയറി പോകുമ്പോഴൊക്കെ വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ എന്നാലും മോളൊക്കെ വളരെ റിസ്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കയറി. ഇത് കോട്ടറ ആ പുറത്തു നിന്നുള്ള വ്യൂ ആണ്. നല്ല ഭംഗിയാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറണം. അത് കുറച്ചൊരു കഠിനപ്പെട്ടൊരു ജോലിയാണ്. എന്തായാലും അതൊരു എൻജോയ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. കുറച്ചെല്ലാം ടൈമൊക്കെ എടുത്ത് നമുക്ക് അതിന്മേ കയറി എല്ലാം കണ്ട് അടിപൊളിയായിട്ട് തിരിച്ചു വരാം. അങ്ങനെ അവിടെ വെള്ളത്തിലൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ കോട്ടയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. പെട്ടെന്ന് എളുപ്പമൊന്നുമല്ല. കുറച്ച് കയറി കിട്ടാൻ, അതിൻ്റെ ആ മുകളിലെത്താൻ കുറച്ച് പ്രയാസം തന്നെയാണ്. കോട്ടയൊക്കെ കയറി വൈഫൊക്കെ തളർന്നു. അത് കയറി തുടങ്ങിയപ്പോഴത്തേന് തന്നെ വൈഫൊക്കെ തളർന്നു, ആകെ ക്ഷീണിച്ചു. ഞാൻ ആലോചിക്കായിരുന്നു പണ്ടൊക്കെ രാജ്ഞിമാർ ഈ കോട്ട കയറിയിരുന്നപ്പോൾ എത്ര തളർന്നിട്ടുണ്ടാവും എന്നുള്ളത്. അന്നത്തൊക്കെ ആൾക്കാരുടെ ആരോഗ്യസ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ഇപ്പോൾ ആരോഗ്യം തീരല്ല. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ക്രോസിംഗ് ഉണ്ട്. വളരെ വുഡ് കൊണ്ടാണ് ആ ക്രോസിംഗ് ഉള്ളത്. കുറച്ച് ഡേഞ്ചറാണ്. ചെറുതായിട്ട് പേടിയായി തോന്നും നമുക്ക് അത് ക്രോസ് ചെയ്ത് വരുമ്പോൾ. പിന്നെ കോട്ടറ ഒരു മിഡിൽ പോർഷനിൽ എത്തുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ ആയി കാണാം. താഴത്ത് നല്ല രസമാണ് അവിടെ നിന്ന് കാണാൻ. കോടമഞ്ഞൊക്കെ ഇറങ്ങി ഇങ്ങനെ ചെറുതായിട്ട് വരുന്നത് കാണുമ്പോൾ നല്ലൊരു കുളിരൊക്കെ വരും നമുക്ക്. ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയത് കാണുമ്പോഴാണ് ഏറ്റവും വളരെ ഭംഗി തോന്നുന്നത്. എന്തായാലും മിഡിൽ പോർഷനിൽ എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി അതിൻ്റെ മുകളിലേക്ക് കയറാനുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയാണ് നമുക്ക്. ഇപ്പോൾ നമ്മളെ പുതിയ രീതിയിലുള്ള കണ്ടംപററി സ്റ്റൈൽ വീടുകളൊക്കെ ഇല്ലേ, അത് എനിക്ക് തോന്നുന്നത് ഈ പഴയ കാലഘട്ടത്തിലുള്ള ഡിസൈനൊക്കെ കണ്ട് ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത്. ഈ കോട്ട ഡിസൈൻ ചെയ്തിട്ടുള്ളത് കരിങ്കല്ല് കൊണ്ടാണ്. അത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. അതിൻ്റെ അടുക്കി വെച്ചിട്ട് വളരെ പ്രത്യേക രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ് അത് കാണുമ്പോൾ തന്നെ. ഒരേ രീതിയിൽ ഒരേ അളവിൽ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. സൗദി അറേബ്യയിലുള്ളവർ, ഫാമിലിയൊക്കെ ഉള്ളവർ ഒരു വട്ടം എല്ലാവരെയും കൂട്ടി ഇവിടെ വന്ന് കാണുന്നത് നന്നായിരിക്കും. എന്താ വെച്ചാൽ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം കാണാൻ വളരെ ഭംഗിയാണ്. കോട ഇറങ്ങിയിട്ട് ഈവനിങ്ങിൽ കോട ഇറങ്ങി ഇതിൻ്റെ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇത് ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി അൽബഹയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അൽബഹയിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോകൾ
നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, ബായ്.